മുനമ്പം വഖഫ് കേസിലെ ഹർജികൾ ഈ മാസം 27-ലേക്ക് മാറ്റി. മുനമ്പം നിവാസികൾക്ക് വേണ്ടി സീനിയർ അഭിഭാഷകൻ ഹാജരാകും. 4 ഹർജികളാണ് ട്രൈബ്യൂണലിന് മുന്നിൽ എത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അനഘ ഹർഷൻ ചേർന്നുണ്ട്. അനഘ, എന്താണ് നിലവിലെ സാഹചര്യം? അനഘ ചേർന്നുണ്ട്. നിർണായകമായ ചില നീക്കങ്ങൾ ഇത് സംബന്ധിച്ച് ഉണ്ടാവുകയാണ്. മുനമ്പം വഖഫ് കേസിലെ ഹർജികളാണ് ഈ മാസം 27-ലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇതോടെ മുനമ്പം നിവാസികൾക്ക് വേണ്ടിയിട്ട് സീനിയർ അഭിഭാഷകൻ ഹാജരാകുമെന്നറിയാൻ സാധിക്കുന്നുണ്ട്. എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, മുനമ്പം ഭൂമി കേസിൽ ഹർജി പരിഗണിക്കുന്നത് ഈ വഖഫ് ട്രൈബ്യൂണൽ ഈ മാസം 27-ലേക്ക് മാറ്റിയിട്ടുണ്ട്. മുനമ്പം നിവാസികൾ നൽകിയിരിക്കുന്ന ഹർജിക്കൊപ്പം തന്നെ ഇന്ന് പുതുതായി 5 ഹർജികൾ കൂടി വഖഫ് ട്രൈബ്യൂണലിന് മുന്നിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഹർജികൾ പരിഗണിക്കുന്നതാണ് ഈ മാസം 27-ലേക്ക് മാറ്റിയിരിക്കുന്നത്. മാത്രമല്ല, ഈ മുനമ്പം നിവാസികളുടെ ഹർജിയോട് ചേർന്നുള്ള ഹർജികൾ, അതായത് ഈ മുനമ്പം ഭൂമി അത് വഖഫ് ഭൂമിയല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഹർജികളാണ് ഇന്ന് വഖഫ് ട്രൈബ്യൂണലിന് മുന്നിൽ എത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ഹർജികൾ പരിഗണിക്കരുത് എന്നായിരുന്നു വഖഫ് ബോർഡിന്റെ ട്രൈബ്യൂണലിനോട് വഖഫ് ബോർഡ് ആവശ്യപ്പെട്ടത്. ഇതൊക്കെ തന്നെ മുനമ്പം നിവാസികളുടെ ഹർജിക്ക് സമാനമായിട്ടുള്ള ഹർജിയാണ് വഖഫ് ട്രൈബ്യൂണലിന് മുന്നിൽ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ വന്നിരിക്കുന്ന ഈ 5 ഹർജികളും പരിഗണിക്കരുത് എന്നൊരു ആവശ്യമാണ് വഖഫ് ട്രൈബ്യൂണലിന് മുൻപിൽ ഈ വഖഫ് ബോർഡ് മുന്നോട്ട് വെച്ചത്. പക്ഷേ ഈ വഖഫ് ട്രിബ്യൂണൽ പറഞ്ഞത് ഈ മാസം 27-ന് ഈ 5 ഹർജികളും മുനമ്പം നിവാസികളുടെ ഹർജിയും ഈ വഖഫ് ട്രൈബ്യൂണൽ പരിഗണിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുനമ്പം നിവാസികൾക്കായി മുതിർന്ന അഭിഭാഷകനായിരിക്കും വഖഫ് ട്രൈബ്യൂണൽ ഹാജരാവുക എന്ന വിവരം കൂടിയാണ് ലഭിക്കുന്നത്. ഈ മാസം 27-നായിരിക്കും നിലവിൽ ലഭിച്ചിരിക്കുന്ന ഈ പുതുതായി ലഭിച്ചിരിക്കുന്ന ഈ കേസിൽ ലഭിച്ച ആ 5 ഹർജികളും പരിഗണിക്കുക. വിഷ്ണു, ശരി, അനഘയാണ് വിവരങ്ങൾ നൽകിയത്.